വിശ്വാസദീപ്തി എന്ന പുസ്തകത്തിൻ്റെ 4ാമത്തെ യൂണിറ്റ് വിശ്വാസവും ആധുനിക പ്രതിഭാസങ്ങളും, അല്ലെ 4ാമത്തെ ചാപ്റ്റർ പ്രവാസ ജീവിതം, മൈഗ്രേഷൻ. മനുഷ്യർ തങ്ങളുടെ സ്വാഭാവിക ജീവിത സാഹചര്യങ്ങളിൽ നിന്നും മറ്റൊരിടത്തേക്ക് മാറി താമസിക്കുന്നതിനെയാണ് പ്രവാസ ജീവിതം എന്ന് പറയുന്നത്. ഇതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. പ്രവാസ ജീവിതം എന്നാൽ എന്ത്? 2019 ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ IOM പ്രവാസ ജീവിതത്തെ നിർവചിച്ചിട്ടുണ്ട്. ബലപ്രയോഗത്താലോ സ്വന്തം ഇഷ്ടപ്രകാരമോ പ്രകൃതി ദുരന്തങ്ങൾ മൂലമോ ഒരാൾ തൻ്റെ സ്ഥിര താമസ സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറുന്നതിനെയാണ് പ്രവാസ ജീവിതമെന്ന് വിളിക്കുന്നത്. പ്രവാസ ജീവിതം ബൈബിളിൽ. വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രവാസത്തെക്കുറിച്ചുള്ള പ്രധാന പരാമർശങ്ങൾ ഇവയാണ്. 1. യാക്കോബിൻ്റെ ഈജിപ്തിലേക്കുള്ള കുടിയേറ്റം. കനാൻ ദേശത്തെ ക്ഷാമം മൂലം യാക്കോബും കുടുംബവും ഈജിപ്തിലേക്ക് കുടിയേറി. പിന്നീട് 390 വർഷത്തോളം അവിടെ കഴിഞ്ഞ ഇസ്രായേൽ ജനം മോശയുടെ നേതൃത്വത്തിൽ കനാനിലേക്ക് മടങ്ങി. ബാബിലോൺ പ്രവാസം. BC 597 587 ഇസ്രായേൽ ജനം ബാബിലോണിലേക്ക് ബലപ്രയോഗത്തിലൂടെ മാറ്റപ്പെടുന്നു. ഈ കാലഘട്ടത്തിൽ പ്രവാചകന്മാർ ജനത്തിന് ആശ്വാസം നൽകുന്നു. ഈജിപ്തിലേക്കുള്ള പലായനം. ഹെരോദാവ് രാജാവിൽ നിന്നും രക്ഷപ്പെടുവാനായി യൗസേപ്പും കന്യകമറിയാമും ശിശുവായ യേശുവിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് ഓടിപ്പോയി. പ്രവാസ ജീവിത ആധുനിക കാലഘട്ടത്തിൽ. ഇന്നത്തെ കാലത്ത് പല കാരണങ്ങളാൽ പ്രവാസം സംഭവിക്കുന്നു. 1. തൊഴിൽ നേടിയുള്ള പ്രവാസം. മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾക്കായി ഗൾഫ് രാജ്യങ്ങളിലേക്കും പാശ്ചാത്യ രാജ്യങ്ങളിലേക്കും ആളുകൾ കുടിയേറുന്നു. 2. യുദ്ധം മൂലമുള്ള പ്രവാസം. യുദ്ധം കാരണം പലായനം ചെയ്യുന്നവരെ അഭയാർത്ഥികൾ എന്നും സുരക്ഷ തേടുന്നവരെ അഭയയാർത്ഥികൾ എന്നും വിളിക്കുന്നു. സിറിയ, സുഡാൻ, കോങ്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇത് വ്യാപകമാണ്. 3. ക്ഷാമവും പ്രകൃതിക്ഷോഭവും. ബംഗാളിലെ ക്ഷാമം, എത്യോപ്യയിലെ പട്ടിണി, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ കുടിയേറ്റങ്ങൾക്ക് കാരണമാകുന്നു. പ്രവാസ ജീവിതത്തിലെ വെല്ലുവിളികൾ. പ്രവാസികൾ പ്രധാനമായും 4 വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നു. സാമൂഹ്യ ഏകീകരണം, സോഷ്യൽ ഇൻ്റഗ്രേഷൻ. പുതിയ ഭാഷയും സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുവാനുള്ള ബുദ്ധിമുട്ടും സ്വദേശികൾക്ക് കുടിയേറുവാനുള്ള ഭയവും ഒരു വെല്ലുവിളിയാണ്. സംസ്കാരം നിലനിർത്തൽ. പുതിയ നാട്ടിൽ സ്വന്തം ആചാരങ്ങളും വിശ്വാസങ്ങളും മുറുകെ പിടിക്കുവാനുള്ള പ്രയാസം. കുടുംബജീവിത വ്യതിയാനം. പ്രവാസകാലത്തെ മിശ്രവിവാഹങ്ങൾ കുടുംബങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നു. സാമൂഹ്യ സാമ്പത്തിക അസമത്വങ്ങൾ. പ്രവാസികളും നാട്ടുകാരും തമ്മിലോ പ്രവാസി കുടുംബങ്ങൾ തമ്മിലോ ഉണ്ടാകുന്ന സാമ്പത്തിക വ്യത്യാസങ്ങൾ. പ്രവാസ കുടിയേറ്റത്തിൽ സഭയുടെ ദൗത്യം. പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ സഭയ്ക്ക് നിർണായകമായ പങ്ക് വഹിക്കാനുണ്ട്. മനുഷ്യൻ്റെ അന്തസ്സ്, ഡിഗ്നിറ്റി. ഓരോ മനുഷ്യനും ദൈവ സൃഷ്ടിയാണെന്ന ബോധ്യം നൽകുകയും എല്ലാവരെയും ഒരേപോലെ പരിഗണിക്കുകയും ചെയ്യുക. നീതി ഉറപ്പാക്കുക. മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയും സഭ പ്രതികരിക്കണം. സാംസ്കാരിക വിനിമയം. വിവിധ ജനതകൾ തമ്മിലുള്ള അകൽച്ച കുറയ്ക്കാൻ സംവാദങ്ങളും ഒത്തുചേരലുകളും സംഘടിപ്പിക്കുക. വിശ്വാസ സംരക്ഷണം. പ്രവാസികൾ എവിടെയായിരുന്നാലും അവരുടെ വിശ്വാസവും ആരാധനയും നിലനിർത്തുവാൻ ആവശ്യമായ സാഹചര്യങ്ങൾ നൽകുക. ഇത്രയുമാണ് ഈ പാഠഭാഗത്ത് വിശദീകരിച്ചിരിക്കുന്നത്.